അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ടിലാണ്. ആ ബോട്ടിൽ വെറുതെ ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഇവിടെ എത്ര ബോട്ടിൽ വാങ്ങിയാലും തറയിൽ വീഴും, പൊട്ടും. ക്യാപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകും, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ബോട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് അതിനകത്ത് ഒരു ഗ്രാമ്പു കിടന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ല് വരാതിരിക്കാനാണോ എന്നറിയത്തില്ല, ഒരു ഗ്രാമ്പു കിടന്നു. അപ്പോൾ അടുത്തത് ഒരു പൗച്ചാണ്. അപ്പം അവന് കൊടുത്തു വിടാനായിട്ട് വാങ്ങിയതല്ല ആക്ച്വലി. ഇപ്പോൾ എക്സ്ട്രാ വരുന്ന ഇപ്പോൾ പെൻസിലും എറേസറും പിന്നെ ഷാർപ്പ്നറും പെന്നും അങ്ങനെ എക്സ്ട്രാ അവന് വേണ്ടി വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. കാരണം ഓൾറെഡി അവനൊരു പെൻസിൽ ബോക്സ് ഉണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഒരു പൗച്ച് ഞാൻ വാങ്ങിയത്. ഞങ്ങൾ പൗച്ച് വാങ്ങിയത്. അതിനകത്തൊരു സ്പോഞ്ച് ഇരിക്കുന്നത് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ പൗച്ച്. സാധാരണ ഒരു എന്തോ അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പൗച്ച്. പൊതുവേ അവിടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സ്കൂൾ ബസാറിലുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോ ബോട്ടിലാണ്. ഇപ്പം സ്കൂളിലൊക്കെ അവന് ഇപ്പോൾ പെട്ടെന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സ്ട്രോ ബോട്ടിലാണ്. അങ്ങനെ വാങ്ങിയ ഒരു സ്ട്രോ ബോട്ടിലാണ്. ഈ ഒരു സ്ട്രോ ബോട്ടിൽ കൂടി ഞാൻ വാങ്ങിയായിരുന്നു, അത് കാണിച്ചു തരാം. ഇത് കുറച്ച് ബുക്കുകളാണ്, ഡ്രോയിങ് ബുക്കുകളാണ്. ബുക്സാണ്. വെജിറ്റബിൾസും നമ്പേഴ്സും പിന്നെ ആനിമൽസും, ഇതൊക്കെ ആനിമൽസിൻ്റെ ആണ്. പിന്നെ